PSC എക്സാമിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഭൂമിയും ആകാശവും കാണുന്ന സമയത്ത് അവന് ജിയോഗ്രഫിയിൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള മാധ്യമമായിട്ടാണ് അവൻ കാണുന്നത്. ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അവിടെയുള്ള വസ്തുക്കൾ, ഭൂമിയുടെ ലെയറുകൾ, അതുപോലെ ആകാശത്തിന്റെ അനന്തതയിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ലെയറുകൾ, അതെല്ലാം അവന്റെ ജിയോഗ്രഫിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന വസ്തുക്കളാണ്. ഒരു PSC വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഭൂമിയെയും ആകാശത്തെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വസ്തുക്കളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഭൂവൽക്കം മുതൽ കാമ്പ് വരെയുള്ള 3 പാളികളും അവയുടെ ഉപപാളികളുമായി കാണപ്പെടുന്ന ഭൂമിയുടെ ഘടന വളരെ വ്യത്യസ്തവും സങ്കീർണവുമാണ്. ഉപരിതല പാളികൾ ചെലുത്തുന്ന ഭാരം മൂലം മുകളിൽ നിന്ന് താഴേക്ക് പോകുന്തോറും ഭൂമിയുടെ താപവും മർദ്ദവും കൂടുന്നു. ഭൂമിയുടെ ഉള്ളറയിലെ ഇത്തരം സവിശേഷതകളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഭൂമിയുടെ ഉള്ളറകൾ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഭൂമിക്കുള്ളത്: ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്. ഈ ഭൂവൽക്കം തന്നെ 2ആയിട്ട് തിരിയുന്നുണ്ട്: വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അതുപോലെ മാന്റിലും 2 തരമുണ്ട്: ഉപരിമാന്റിലും അധോ മാന്റിലും. അതുപോലെ കാമ്പും 2 തരമുണ്ട്: പുറക്കാമ്പും അകക്കാമ്പും. ഭൂവൽക്കം ഏകദേശം ആഴം 0 മുതൽ 40 കിലോമീറ്റർ വരെയാണ്. മാന്റിലിന്റെ ഏകദേശ ആഴം 40 മുതൽ 2900 കിലോമീറ്റർ വരെയാണ്. 40 മുതൽ 2900 കിലോമീറ്റർ വരെ. കാമ്പിന്റെ ആഴം എന്ന് പറയുന്നത് 2900 മുതൽ 6371 കിലോമീറ്റർ വരെയാണ്. മേലെ കാണുന്ന ആകാശം, അന്തരീക്ഷത്തിന് ചില പാളികളുണ്ട്. അതേതൊക്കെയെന്ന് നോക്കാം: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നിങ്ങനെയാണവ. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ നാം ശ്വസിക്കുന്ന വായു അടങ്ങിയിരിക്കുന്നതിനാൽ ട്രോപ്പോസ്ഫിയർ ഭൂമിയിലെ ജീവന് നിർണായകമാണ്. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് വികിരണം ആഗിരണം ചെയ്യുന്ന ഒരു ബഫായിട്ടും ഇത് പ്രവർത്തിക്കുന്നു. സ്ട്രാറ്റോസ്ഫിയർ അത്യന്താപേക്ഷിതമാണ്, കാരണം അതിൽ ഓസോൺ പാളി അടങ്ങിയിരിക്കുന്നു. അത് ഹാനികരമായ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. ഓസോൺ പാളി ഇല്ലെങ്കിൽ അമിതമായ അൾട്രാവയലറ്റ് എക്സ്പോഷർ മൂലം ഭൂമിയിലെ ജീവൻ അപകടത്തിലായിത്തീരും. ജെറ്റ് വിമാനങ്ങളെല്ലാം സഞ്ചരിക്കുന്ന പാത സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ ലെയർ കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. മിസോസ്ഫിയർ ഭൂരിഭാഗം ഉൽക്കകളും പ്രവേശിക്കുമ്പോൾ ശിഥിലമാകാൻ ഇടയായി ഇൻകമിംഗ് ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിൽ മിസോസ്ഫിയർ ഒരു പങ്ക് വഹിക്കുന്നു. അവിടെയാണ് ഉൽക്കകളെല്ലാം ദഹിച്ചു പോകുന്നത്. തെർമോസ്ഫിയർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമായിട്ട് പ്രവർത്തിക്കുന്നു. പരിക്രമണം ചെയ്യുന്ന ഇടത്ത് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ തുടരാൻ സഹായിക്കുന്ന പങ്ക് ഉൾപ്പെടെ വിവിധ കാരണങ്ങളാൽ തെർമോസ്ഫിയർ പ്രധാനമാണ്. റേഡിയോ സിഗ്നലുകളുടെ പ്രക്ഷേപണം വളരെ ദൂരത്ത് ഇത് സാധ്യമാക്കുന്നു. എക്സോസ്ഫിയർ നമ്മുടെ ഗ്രഹവും ബഹിരാകാശത്തിന്റെ വിശാലതയും തമ്മിലുള്ള അതിർത്തി അടയാളപ്പെടുത്തുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തുപോകാൻ ബഹിരാകാശ പേടകം കടന്നുപോകേണ്ട പാളിയാണിത്.